അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യൽ കോംബോ റെസിപ്പി ആയിട്ടാണ്. തന്തൂരി റൊട്ടിയും ഫുൾ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പാനിൽ തന്തൂരി റൊട്ടി റെഡിയാക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഫുൾ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഞാൻ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുവരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നിലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പ്രസ് ചെയ്യാം. നമുക്ക് അതിൽ തന്തൂരി റൊട്ടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ 1 കിലോ മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ എടുക്കുക കേട്ടോ. ഞാനിപ്പം 250 ml കപ്പിൽ 4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പം ഈ 1 കിലോ മൈദ വെച്ചിട്ട് നമുക്കൊരു 12 തന്തൂരി റൊട്ടിയെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾ 1/2 കിലോ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നിലെ ആട്ടപ്പൊടി വെച്ചിട്ടും സെയിം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഞാൻ 1.5 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ ഒരു 1/4 കപ്പ് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കിലോ മൈദയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ആ ഒരു പഞ്ചസാരയെല്ലാം മെൽറ്റാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളം ചൂട് പാലന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മിക്സിയിൽ നമ്മുടെ മൈദാൻ്റെ മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ, അതുപോലെ കൈവച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ചെടുക്കുക. നമ്മളിലെ എന്ത് റൊട്ടി റെഡിയാക്കുന്നുണ്ടെങ്കിലും ചപ്പാത്തി ആയാലും കുബൂസ് ആയാലും എന്താണെങ്കിലും റെഡിയാക്കുന്നുണ്ടെങ്കിൽ നല്ലോണം മാവ് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ നല്ല സോഫ്റ്റായിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലെല്ലാം ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കറക്റ്റ് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ക്ലീം റാപ്പ് പൊതിഞ്ഞിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി കോട്ടൺ ക്ലോത്ത് ഉണ്ടാവില്ലേ അത് പൊതിഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൂടി അടപ്പ് വെച്ചിട്ട് പൊത്തി വെക്കാം കേട്ടോ. 1 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ മൊത്തത്തിലുണ്ട്. നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാം. കുറച്ച് മധുരയിൽ ഇഷ്ടപ്പെടുന്നവർ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുറച്ച് മധുരമുള്ള ഒരു ടേസ്റ്റാണ് അതിനുണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, എന്താ പറയുക തന്തൂരി റൊട്ടിക്ക് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കുക. സാധാരണ ഗൾഫിലെല്ലാം തന്തൂരി റൊട്ടി ഉണ്ടാവൽ വലിയ സൈസിലായിരിക്കും. അതിൻ്റെ ബാക്കിൽ ക്രാക്കെല്ലാം വീണിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവർ തന്തൂരി ഓവണിൽ അല്ലാന്നുണ്ടെങ്കിൽ തന്തൂരി അടുപ്പിലല്ലേ ഉണ്ടാക്കുക. നല്ല സ്മെല്ലും ടേസ്റ്റി ആയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം പലപ്പോഴും ആ ഒരു ക്രിസ്പിനെസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഓവണമൊന്നും ഇല്ലാണ്ട് ഈ തന്തൂരി റൊട്ടി റെഡിയാക്കാമെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചപ്പാത്തി പലകയിലെ കുറച്ച് എന്താ പറയുക മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ കുബൂസിനെല്ലാം പരത്തിയെടുക്കൂലേ, അതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇത് പരത്തിയെടുക്കുക. ഒരു ഭാഗം കട്ടി കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തിന്നായിട്ടും തിക്കായിട്ടും അങ്ങനെ പരത്തിയെടുക്കാൻ പാടില്ല. എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ള് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ നമ്മൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇതാ ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാനൊന്ന് പരത്തിയെടുക്കലാണ്. അതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മാവിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു മാവ് നമ്മളിപ്പം പരത്തിയെടുത്ത ഈ ഒരു സംഭവമില്ലേ, അതിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വന്ന തവയിലേക്ക് ഇതിട്ട് കൊടുക്കുക. നല്ലോണം പൊങ്ങി വരും കേട്ടോ.
ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈമിലേ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിം കാണുന്ന രീതിയിൽ ഫ്ലെയിമിൽ എന്താ പറയുക ഡയറക്റ്റ് ഈ ഒരു തീ ആ ഒരു റൊട്ടിക്ക് കൊള്ളുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. സത്യം പറഞ്ഞാലില്ലേ പ്ലെയിൻ ആയിട്ടുള്ള തവയിലാവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള തവയേ ഉള്ളൂ. സ്റ്റിക്കി ആയിട്ടുണ്ടാകുന്ന തവ ഉണ്ടാവില്ലേ, അതിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പം മുകൾ ഭാഗം നല്ലോണം ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ പരട്ടി കൊടുക്കുക. പിന്നെ ഈ ഒരു സംഭവമില്ലേ ഈ റോട്ടി തവയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ കുറച്ച് കട്ടിയുള്ള കയ്യിൽ എടുത്തിട്ടില്ലേ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം എന്താ പറയുക എടുക്കാൻ വേണ്ടിക്ക്. എന്നാലാണ് പെർഫെക്റ്റ് ആ ഒരു ക്രാക്കെല്ലാം വീണ ടൈപ്പിൽ ബാക്ക് സൈഡ് ഉണ്ടാവുക. നമ്മൾ തന്തൂർ റൊട്ടി കഴിക്കുമ്പം പുറത്തുനിന്നെല്ലാം കഴിച്ചവർക്ക് അറിയുണ്ടാവും ബാക്കിൽ കുറച്ച് ഹോൾസ് എല്ലാം വീണ ടൈപ്പിലെല്ലാം ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഞാനിപ്പോൾ ഇതാ പരത്തി വെച്ച മാവ് ചൂടായി വന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യുക. സ്റ്റീലായിട്ടുള്ള ഐറ്റംസ് ഇല്ലാന്നുണ്ടെങ്കിൽ തവ ഉണ്ടാവില്ലേ, നമ്മൾ നാടൻ തവ എല്ലാം ഉണ്ടാവില്ലേ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ്, അതിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ടാണ് ഇത് ശരിക്കും ചെയ്തെടുക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ കുക്കറിൽ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക സ്റ്റീലായിട്ടുള്ളതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള പാനെല്ലാം ഉണ്ടാവില്ലേ അതിൽ ചെയ്തെടുക്കുക കേട്ടോ, ഓയിൽ പരട്ടി കൊടുക്കാണ്ട്. എന്നിട്ടിതാ നല്ലോണം പൊങ്ങി വന്നതിനാലില്ലേ അത് തീയിൽ ഇങ്ങനെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്താ പറയുക ഒന്ന് തീ ആ ഒരു റൊട്ടിക്ക് കൊള്ളുന്ന രീതിയിൽ ചെയ്തെടുക്കുക. കളർ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് മുകളിൽ ബട്ടർ പറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ഹാർഡ് ആയിരിക്കും കേട്ടോ, നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇത് പാനിൽ നിന്നും മാറ്റാൻ വേണ്ടിക്ക്. അടിഭാഗം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ. ഞാൻ കാണിച്ചു തരാം അടിഭാഗം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യേണ്ട, കാസ്റ്റ് അയണ്ടെല്ലാം ഉണ്ടാവില്ലേ അതുപോലത്തെ കുറച്ച് ഹാർഡായിട്ടുള്ള പാൻ ഉണ്ടാവില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള പാനൽ എന്താ പാനല്ല തവ എല്ലാം ഉണ്ടാവില്ലേ അതിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുണ്ടല്ലേ അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്തൂരി ഓവണിൽ അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിലെല്ലാം ചെയ്യുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു തന്തൂർ റൊട്ടി ഉണ്ടാവുക. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാത്തതില്ലേ നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ആക്കാം. ആൽബ ലേണിങ്ങിലെ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായിട്ട് ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോ കുട്ടിക്കും ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് നല്ലോണം മനസ്സിലാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു മത്സര ലോകത്തിൽ ഓരോ കുട്ടിക്കും വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുക എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൽബ ലേണിങ്ങിലെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ പ്രത്യേക രീതിയിൽ ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കി അവർക്കനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ആൽബ ഇവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കില്ലേ 25% ഡിസ്കൗണ്ടും കൂടി ഇവർ കൊടുക്കുന്നുണ്ട്. അതിന് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ സിലബസിലും ട്യൂഷൻ ലഭിക്കുകയും ചെയ്യും. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് പഠിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഗൾഫിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പാക്കേജും ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ഡെമോ ക്ലാസ്സും ലഭിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ എല്ലാ സിലബസിലുള്ള വിദ്യാർത്ഥികൾക്കും ഏത് രാജ്യത്ത് നിന്നും കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ നേടാനും പറ്റും. അപ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25% ഡിസ്കൗണ്ട് ലഭിക്കും കേട്ടോ. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ് ഇനിയിപ്പില്ലേ ഇതിൻ്റെ എപ്പോഴും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള പർദീസ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുക. ഇതൊരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എടുക്കുമ്പോൾ എപ്പോഴും നല്ല ചെറിയ ചിക്കൻ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചിക്കന് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഉണ്ടാവുക. ഞാനിതാ ഫുള്ളായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ചിട്ട് ചിക്കന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 8 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, മല്ലിയില, പുതിനയില, ഒരു കൈപ്പിട നിറയെ, പിന്നെ 3 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ 3 പച്ചമുളക് എടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കലാണ്.
പിന്നെ ഈ ഒരു ചിക്കൻ പറുദീസ റെസിപ്പിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ അധികം ആൾക്കാരും ഉണ്ടാക്കലില്ല. ഇപ്പം ഈ അടുത്ത് ഇൻസ്റ്റയിലെല്ലാം ഭയങ്കര വൈറലായിട്ട് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ആ വീഡിയോ കണ്ടേരെ വിചാരിച്ചിട്ടുണ്ടായിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ഇനിയിപ്പോൾ ആ വെജിറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തതെന്ന്, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച്. ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ പൊടിയാണ് കേട്ടോ, ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കൈവച്ചിട്ട് എല്ലായിടത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു വെജീസും സ്പൈസസും എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വിനെഗറും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കില്ല, പൊതുവേ ഞാൻ കുറച്ചധികം വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. 1.5 ടേബിൾ സ്പൂണെല്ലാം വിനെഗർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പോലെ തന്നെ ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ വിനെഗർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും മൊത്തത്തിൽ മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറുദീസ ചിക്കന് ഇങ്ങനെ തന്നെ കുക്കാക്കി എടുക്കുക. 2 ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാഷ്യൂനട്ട് ചേർത്തിട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്, ഇങ്ങനെ വെറുതെ ഈ ഒരു സ്പൈസസ് മാത്രം ചേർത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനിപ്പം കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കാൽഭാഗം പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് കുക്കായിട്ട് വരുമ്പം കാൽഭാഗം ഈ 2 ഭാഗത്തേക്ക് പോയിപ്പോലെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് നൂലുണ്ടെങ്കിൽ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക. ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കലാണ്. അപ്പം ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം ആ ഒരു ലെഗ് പീസ് പൊട്ടിപ്പോവാണ്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 45 മിനിറ്റോളം പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഉൾഭാഗം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. അപ്പോൾ ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഈ മസാല എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കട്ടെ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. കാര്യം നമ്മൾ മന്തി മസാല ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഏതെങ്കിലും അറബിക് മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഭാഗം ആ ഒരു ഭാഗം കൂടി കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നും ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കലാണ്. അങ്ങനെ എല്ലാ ഭാഗവും കുക്കായിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെക്കലാണ്. ഇനിയിപ്പോൾ മൊത്തത്തിൽ ചിക്കൻ വെന്ത് അതിൻ്റെ എണ്ണ എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ട് പേസ്റ്റാണ് 20 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് കുറച്ചധികം വെള്ളത്തിൽ അരച്ചെടുത്തതാണ്. കാര്യം ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. കാര്യം നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ കാഷ്യൂനട്ടല്ലേ ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ ഈ ഒരു ചിക്കൻ്റെ മുകളിൽ ഈ ഒരു ഗ്രേവി ഒഴിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതുണ്ടാകാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ഈ ഗ്രേവി മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കലാണ്. ഇതിപ്പം കുറച്ച് ലൂസായിട്ട് ഉണ്ടാവും. നമ്മളിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സെറ്റാകാൻ വെക്കണം കേട്ടോ, തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ മുകളിൽ മൊത്തത്തിൽ ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കലാണ്. എന്നിട്ട് മാത്രമേ ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം ഈ ഒരു കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റും കൂടി ഈ ചിക്കനിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പൊറോട്ട, ചപ്പാത്തി, അതുപോലെ ഏതപ്പത്തിൻ്റെ കൂടെയും ഇത് അടിപൊളി കോമ്പിനേഷനാണ്. വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ഒരു പുതിയാപ്ല സ്പെഷ്യൽ ഐറ്റവും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിത് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഊത്തപ്പം ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ റെസിപ്പി കാണാത്തവർ കണ്ടൊക്കെ ഇർഫാന ഷംഷീർ ഊത്തപ്പം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പർദീസ ചിക്കനും ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഇപ്പം ചെയ്തിട്ടുള്ളത് ആ ഒരു തന്തൂരി റൊട്ടിയും ഈ ഒരു ചിക്കനുമാണ്. നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ബൈ.